തന്നെ കൊടൈക്കനാലിൽ താമസിക്കുന്ന റൂമിന് പുറത്തു നിന്നുള്ള കാഴ്ചയാണിത്. കണ്ണൂരിൽ നിന്നും 404 കിലോമീറ്റർ താണ്ടി കൊടൈക്കനാൽ എത്തിയപ്പോൾ നമ്മളെ കാത്തിരുന്നത് മറ്റൊന്നായിരുന്നു. കൊടൈക്കനാൽ എത്തിയപ്പോഴാണ് പണി കിട്ടിയത് മനസ്സിലായത്. ഇവിടെ 2-3 ദിവസമായി മഴയാണ്. അങ്ങനെ കനത്ത മഴയൊന്നുമല്ല, വല്ലാത്തൊരു തരം ചാറ്റൽ മഴ. മഴയൊന്ന് തോർന്നാൽ കൊടൈക്കനാലിലെ ലാസ്റ്റ് വില്ലേജായ കിലാവര പോവാനാണ് പ്ലാൻ. ഇന്നലെയാണ് കൊടൈക്കനാൽ എത്തിയത്. ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേ. രാവിലെ തന്നെ കുറെ നായ്ക്കൾ കൂട്ടത്തോടെ കുരക്കുന്ന ഒച്ച കേട്ട് പുറത്തു പോയി നോക്കിയതാണ്. അപ്പോഴാണ് ഇങ്ങനെ ഒരാളെ കണ്ടത്. മറ്റൊന്നുമല്ല, ഒരു ജമണ്ടൻ കാട്ടുപോത്ത്. ഇതിപ്പോ ഇവിടുന്ന് വന്നു ആവോ? സംഭവം വഴി തെറ്റി വന്നതാന്ന് തോന്നുന്നു. ഈ ഒരു കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി നോക്കുവാണ് കക്ഷി. 1 മിനിറ്റ് മുമ്പ് അത്ര ദൂരം ഉണ്ടായ കാട്ടുപോത്ത് ഇപ്പൊ തൊട്ടടുത്തെത്തി. ഒരു മതിലിനപ്പുറത്താണ് നിൽപ്പെങ്കിലും ആള് നിസ്സാരക്കാരനല്ല. ഇതൊക്കെ കൂളായിട്ട് തുള്ളി വരാൻ പറ്റും. ഇവിടെ കാട്ടുപോത്ത് വരുന്നത് സാധാരണയാണെന്ന് തോന്നുന്നു. ആർക്കും വല്ല മൈൻഡ് ഒന്നുമില്ല. ഒന്ന് ആലോചിച്ചാൽ അവരല്ലല്ലോ യഥാർത്ഥത്തിൽ നമ്മളല്ലേ അവരുടെ സ്ഥലം കയറി ബിൽഡിംഗും വെച്ച് താമസിക്കുന്നത്. രാവിലെ തന്നെ നല്ല ക്ലൈമറ്റ് അല്ല, വെതർ കണ്ടപ്പോൾ ആശ്വാസമായി. ഇന്നിനി പുറത്തുപോയി സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാലോ. ഒന്ന് റൂമിൽ പോയി റെഡിയായി വന്നതും ഇതാണ് അവസ്ഥ. കാലാവസ്ഥ മാറി, ചെറുതായി ചാറ്റൽ മഴ തുടങ്ങി. ഇതാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. മിനിറ്റ് കൊണ്ടാണ് വെതർ മാറുന്നത്. ഇന്നിനി പുറത്തു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അടുത്ത 2 ദിവസം ഇവിടെ തന്നെയാണ് താമസം. പുറത്തെവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തം വീഡിയോ കണ്ട് പുളകം കൊള്ളുന്ന എന്നെയാണ് ഈ കാണുന്നത്. പിറ്റേ ദിവസം രാവിലെ മുതൽ നല്ല കാലാവസ്ഥയായിരുന്നു. വേഗം റെഡിയായി ഹിമുക്കുട്ടനെയും റെഡിയാക്കി രാവിലെ തന്നെ കൊടൈക്കനാൽ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷനായ കൊടൈക്കനാൽ ലേക്ക്. ലാസ്റ്റ് വില്ലേജ് ഓഫ് കൊടൈക്കനാൽ എന്നറിയപ്പെടുന്ന കിലാവരയിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൊടൈക്കനാലിലെ മെയിൻ സ്പോട്ടുകളായ പൂമ്പാറ, കൂകൽ, മന്നവന്നൂർ, പൂണ്ടി തുടങ്ങിയ വില്ലേജ് ഒക്കെ കിലാവര പോകുന്ന റൂട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരൊറ്റ റൈഡിൽ ഈ വില്ലേജ് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അങ്ങനെ കൊടൈക്കനാൽ വൈൽഡ് ലൈഫ് സാഞ്ചുറി എത്തി. ഇവിടുന്ന് അങ്ങോട്ട് ഇനി വണ്ടി നിർത്താനും പാടില്ല, കാട്ടിലോട്ട് അതിക്രമിച്ച് കയറാനും പാടില്ല, വൈൽഡ് ആനിമൽസിനെ ഫീഡ് ചെയ്യാനും പാടില്ല. ഫോറസ്റ്റ് ഏരിയ ആയിട്ടും പ്ലാസ്റ്റിക്കിന് ഒരു കുറവുമില്ല. അങ്ങനെ പൂമ്പാറ വില്ലേജ് എത്തി. കൊടൈക്കനാലിലെ വൺ ഓഫ് ദി സീനിക് വില്ലേജുകളിൽ ഒന്നെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി മുഴുവൻ ടെറസ് ഫാമിങ്ങിന്റെ കാഴ്ചകളാണ്. അങ്ങ് ദൂരെയൊക്കെ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ദൂരെ ഒരു കാട് കണ്ടോ? 2 വർഷം മുന്നേ വന്നപ്പോൾ ആ കാടിനുള്ളിലെ ട്രീ ടെന്നിലായിരുന്നു ഞാൻ താമസിച്ചത്. കൊടും തണുപ്പത്ത് തണുത്ത് വിറച്ചൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ഒരു ടൈമിൽ തമിഴ്നാട്ടിൽ തന്നെ ഒരേ ഒരു ട്രീ ടെന്റ് ആയിരുന്നു അത്. ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയില്ല. എന്തായാലും കിഡിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് താഴോട്ട് പോയാൽ നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടെന്ന് ഗൂഗിൾ എത്ത് നോക്കിയപ്പോൾ കണ്ടു. അവിടെ ഇനി തിരിച്ചു വരുമ്പോൾ പോവാം. അങ്ങനെ അവിടുന്ന് കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോഴേക്ക് കൂഗൽ ലേക്കിലേക്കുള്ള സൈൻ ബോർഡ് കണ്ടു. ഇവിടുന്ന് റൈറ്റ് പോയാൽ കൂഗലിലേക്കും, നേരെ പോയാൽ മന്നവന്നൂരും എത്തും. നേരെ റൈറ്റ് എടുത്ത് കൂഗലിലോട്ട് വിട്ടു. ഇതിലെ പോയാൽ കൂഗൽ വില്ലേജും എത്തും. ഇതിലെ റൈഡ് ചെയ്ത് പോകുമ്പോൾ ഒരു യൂറോപ്യൻ കൺട്രിയിൽ എത്തിയ ഫീൽ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതിന് ഞാൻ മുൻപേ യൂറോപ്യൻ കൺട്രീസിൽ പോയിട്ടുണ്ടോ? എന്നാ ഇല്ല. ഇതുവഴി ഒരു പൂച്ചക്കുട്ടിയെ പോലും കാണുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു 2 വീലർ പോലും വരുന്നില്ല. വല്ല പുലിയോ ആനയോ വരുമോ എന്ന് പേടിച്ചാണ് ഈ റൂട്ട് പോയത്. ആകെ മൊത്തം ഒരു മൂകത. പിന്നെ പോകുന്ന വഴിയിൽ ഇതുപോലെ ചെറിയ വെള്ളച്ചാട്ടവും ലേക്കും ഒക്കെ കാണാം. ഇതാണ് കൂഗൽ ലേക്ക്. ഞാൻ മനസ്സിൽ വിചാരിച്ച അത്രയും ലുക്കില്ലെങ്കിലും ഒപ്പിക്കാം. ഇവിടെ ടൂറിസ്റ്റുകളെ തിരക്കൊന്നുമില്ല. മൊത്തം ഒരു പീസ്ഫുൾ വൈബ്. കുറച്ചു നേരം അവിടെ ചെലവഴിച്ച് അടുത്ത ലൊക്കേഷനിലേക്ക് യാത്ര തുടർന്നു.